ദൈവത്തിന്റെ ഹൃദയമിടിപ്പ് നിനക്ക് കേൾക്കാൻ പറ്റണം. അല്ല, കർത്താവിന്റെ ഹൃദയമിടിപ്പ് നമ്മൾ എപ്പോഴാണ് കേൾക്കുന്നത്? നമ്മുടെ ജീവിത പങ്കാളിയുടെ മക്കളുടെ ഒക്കെ ഹൃദയമിടിപ്പ് നിങ്ങൾ എപ്പോഴാണ് കേൾക്കുന്നത്? ഇപ്പൊ അമ്മച്ചിയുടെ കയ്യിൽ ഒരു കൊച്ചിരിപ്പുണ്ട്, കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് അമ്മച്ചിക്ക് കേൾക്കാൻ പറ്റും. അത് അനുഭവിക്കാൻ പറ്റുന്നത് അമ്മ കുഞ്ഞിനെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ ഹൃദയമിടിപ്പ് അറിയണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ വേറെ വഴിയില്ല. എന്ത് ചെയ്യണം? കർത്താവിനെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. ദൈവത്തിന്റെ സ്നേഹമുണ്ടല്ലോ, ആ ജീവിക്കുന്ന കർത്താവിനുണ്ട്. നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ നമുക്ക് ഓരോ നിമിഷം കർത്താവിന്റെ ഹൃദയമിടിപ്പ് കേൾക്കാൻ പറ്റും. കർത്താവ് ഹൃദയം ഇടിക്കുന്നുണ്ട്. ഞാൻ പാപം ചെയ്യുമ്പോൾ കർത്താവിന്റെ ഹൃദയം ഇടിക്കുന്നുണ്ട്. ഞാൻ വേദനിക്കുമ്പോൾ കർത്താവ് വേദനിക്കുന്നുണ്ട്. ഞാൻ ദൈവികമല്ലാത്ത വഴികളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ ഹൃദയം ഇടിക്കുന്നുണ്ടെന്ന്. അത് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ കർത്താവിന്റെ മാറോട് ചേർന്ന് കിടക്കാനും കർത്താവിന്റെ മാറോട് ചേർത്ത് പിടിക്കാനും. അതല്ലേ യോഹന്നാൻസിലേക്ക് പറ്റി? യോഹന്നാൻ സ്ലീഹ കർത്താവിന്റെ മാറോട് ചേർന്ന് കടന്നിട്ട് കേട്ടത് മുഴുവനും, ആ ഹൃദയമിടിപ്പിൽ മുഴുവൻ കേട്ടത് തന്നെ സ്നേഹം, സ്നേഹം, സ്നേഹം. ഇത് തന്നെയാണ് യോഹന്നാൻ സ്ലീഹ കേട്ടത്. സ്നേഹിക്ക്, ദൈവത്തെ സ്നേഹിക്ക്, സഹോദരങ്ങളെ സ്നേഹിക്ക്, ക്ഷമിക്ക്, എളിമപ്പെട്, വിട്ടുകൊടുക്ക്, പൊറുക്ക്, മറക്ക്. ദൈവത്തെ അനുഭവിക്കണോ? സഹോദരങ്ങളെ കാണപ്പെടുന്നവരെ സ്നേഹിക്ക്, അവരെ ചേർത്ത് പിടിക്ക്.